ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം നിങ്ങളുടെ എന്താ പറയുന്നത് ലാഭനഷ്ട കണക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏറിയ പങ്കും നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ നഷ്ടമായിരിക്കും. അപ്പോൾ തന്നെ തിരിച്ചു പിടിച്ച ധാരാളം ആൾക്കാരുണ്ട് ഇല്ലേ? തിരിച്ച് ഈ ഒരു ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വന്ന ധാരാളം ആൾക്കാരുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ തന്നെ രക്ഷപ്പെടാൻ പറ്റാതെ വീണ്ടും നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനിയും ഇത് തുടർന്ന് മുന്നോട്ട് പോകണോ വേണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. ഞാനല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഞാൻ തുടർന്ന് തന്നെ പോകും. നിങ്ങൾ തുടരുന്ന നിങ്ങൾ, ഓക്കെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന നിങ്ങൾ ഇനിയും ഇത് മുന്നോട്ട് തുടരണോ വേണ്ടായോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ കാണും. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ തെറ്റിനെ കണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ ആരും പറയുന്നത് നിങ്ങൾ കേട്ട് കാണത്തില്ല. പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഈ പൈസ ആറ്റിക്കൊണ്ട് കളയാതെ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പോയത് പോയി. ഇനിയും കൂടുതൽ കൊണ്ട് കളയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കേണ്ട, നിങ്ങളുടെ അപ്പനും അമ്മയും അനുഭവിക്കേണ്ട പൈസ നിങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇവിടെ ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി ഗ്യാംബ്ലിങ് നടത്തി, അങ്ങനെ തന്നെ പറയണം, ഗ്യാംബ്ലിങ് നടത്തി കൊണ്ട് കളയുന്നതിനോട് എനിക്ക് യാതൊരു അനുകൂല മനോഭാവവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, മറിച്ചാണ്, സാറേ പറ്റിയത് പറ്റി, ഞാനിനി തെറ്റുകൾ എനിക്ക് മനസ്സിലായി, കുറച്ചൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി, കുറച്ചൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഈ സാമ്പത്തിക വർഷം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ പല സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു ഇല്ലേ? നിങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലരും പല സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു, എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ നടത്തി, അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞായിരിക്കും ഒരു പക്ഷേ ഈ ചാനലിലും എത്തിയത്. ഇവിടെയും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. അല്ല, അപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതേമാതിരി ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സാറേ, എനിക്ക് ഈ വർഷം പിടിച്ച് നിൽക്കാൻ പറ്റി, വലിയ ലാഭമൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റി എന്ന് കാണിച്ച് ധാരാളം മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു മെസ്സേജ് ഇന്നലെ എനിക്ക് ടച്ചിങ് ആയതുകൊണ്ട് മാത്രം ഞാനത് ഗ്രൂപ്പിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പം പലരും അവരുടെ ലോസ് റിക്കവർ ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ ക്രെഡിറ്റിന് വേണ്ടി പറയുമൊന്നുമല്ല, ഒരു ക്രെഡിറ്റിനും പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. അവരുടെ ലോസ് ഫുള്ളി റിക്കവർ ചെയ്ത ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർ ഇതുവരെ ഉണ്ടാക്കിയ നഷ്ടം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആ നഷ്ടം മുഴുവൻ തിരിച്ചു പിടിച്ച ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ട്രേഡ് ചെയ്ത് ലാഭത്തിൽ ഇപ്പോൾ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തിച്ച ലോസിൻ്റെ 50%, 40% ശതമാനക്കണക്കിൽ അവർ റിക്കവർ ചെയ്ത ആൾക്കാരുണ്ട്. ഇതൊന്നും ഞാൻ അതിശയോക്തിക്ക് വേണ്ടിയോ അല്ല തള്ളിന് വേണ്ടിയോ പറയുന്നതല്ല. നമ്മുടെ ഗ്രൂപ്പിൽ അതുപോലെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്ന, അല്ല, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് ആ കാര്യം? ന്യായം. ആ ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യാൻ തുനിഞ്ഞവർക്കൊക്കെ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാതെ ഒരന്തവും കുന്തവും ഇല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തോടെ, അല്ലെങ്കിൽ ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ലോസുകൾ ഹോൾഡ് ചെയ്ത് അവസാനം ഒരു കരകയറാൻ പറ്റാതെ അതെല്ലാം ഉരുകി തീർന്നതിന് ശേഷം
നെഞ്ചത്ത് കൈവച്ചിട്ട് തലയിൽ കൈവച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ ലാഭവും നമ്മളുടെ നഷ്ടവും അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് ഞാനോ മൂന്നാമതൊരു വ്യക്തിയോ അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ ഇത്ര ശതമാനം മാത്രമേ ഞാൻ നഷ്ടം സഹിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ ഒരു രൂപ പോലും ഞാൻ നഷ്ടം സഹിക്കത്തില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൂടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലാഭവും, നിങ്ങൾക്ക് എൻ്റെ ക്യാപിറ്റൽ ഇത്രയാണ്, അതിൻ്റെ ഇത്ര ശതമാനം ലാഭം എത്തിയാൽ ഞാൻ അവിടെ ഇറങ്ങും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഞാൻ ആ ട്രേഡ് വിടും. അപ്പോൾ അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇറങ്ങാൻ പറ്റും, എല്ലാം മുകളിലോട്ട് പോയെങ്കിൽ ബാക്കി ഇവിടെ കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചിന്തയോട് കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അടിവരയിട്ട് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം തീരുമ്പം ഇനിയും മുന്നോട്ടും പോകണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 10% അതിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കരുത്. അത് തെറ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറില്ലേ, 10% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ ബാങ്കിലിടുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നത് 6%, 7%. ആ ക്യാപിറ്റൽ വെച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 10% ഈ മാർക്കറ്റിൽ നിന്ന് നേടാൻ യാതൊരു പാടുമില്ല. അതായത് 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 1,000 രൂപ ഉണ്ടാക്കാൻ, 1,000 രൂപ തന്നെ കൂടുതലാണ്, 10% കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു വർഷം ബാങ്ക് തരുന്ന 7% നിങ്ങൾ അത് ഒരു ദിവസം ആക്കി 7% ആക്ക്. അതായത് 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 പോയിൻറ്റ് അത്ര മാത്രമേ 10 പോയിൻറ്റ് നേടാൻ നിങ്ങൾക്ക് യാതൊരു പാടുമില്ല. ഉണ്ടോ? എത്രയോ പ്രാവശ്യം അങ്ങനെ നിങ്ങൾ മറിയും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ, നിങ്ങളുടെ സ്ക്രീനിങ്ങിൻ്റെ ആപ്പിൻ്റെ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ശതമാനങ്ങൾ മാറി നിങ്ങൾ കാണുന്നതല്ലേ? അവിടെ 5, 10, 15, 20, 25, 30, 50 ഒക്കെ മറിയുന്നത് കാണുന്നുണ്ട്. പിന്നെയും അത് കണ്ടിട്ടും പിന്നെയും ഹോൾഡ് ചെയ്ത് അന്തമില്ലാത്ത രീതിയിൽ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ നഷ്ടം വരാൻ. അതൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രോഫിറ്റിന് നിങ്ങൾ ബാങ്കിനോട് തുലനം ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിങ്ങൾക്ക് തരുന്ന റിട്ടേണിനോട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രോഫിറ്റിനെ തുലനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും ആ സംഖ്യ അല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്. എല്ലാവർക്കും പറ്റുന്നത് തെറ്റാണ്. ഞാൻ 10,000 രൂപ കൊടുത്ത് എനിക്ക് 1,000 അല്ല കിട്ടുമല്ലോ, 2,000 കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ എത്ര ശതമാനം ഉണ്ടാക്കി, നിങ്ങൾ ഉപയോഗിച്ച ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് ശതമാന കണക്കിൽ മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ ഈസിയാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ അല്ലെ ആപ്പിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം എത്ര ശതമാനമാണ് നിങ്ങൾ നേടിയ പ്രോഫിറ്റ് എന്നുള്ളത്. അവിടെ ഇങ്ങനെ മറിയുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൃത്യമായി ഒരു മാനദണ്ഡത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഈ വർഷവും വെറുതെ പൈസ കൊണ്ട് കളയാവുന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഒരു സഹോദരൻ എന്ന രീതിയിലോ, മകൻ എന്ന രീതിയിലോ, അനിയൻ എന്ന രീതിയിലോ, ചേട്ടൻ എന്ന രീതിയിലോ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ന്യായം പാലിക്കാൻ ഉള്ള ഒരു മനസ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലാഭം എൻ്റെ നഷ്ടം അത് ഇതുവരെ ഉള്ളൂ, ഇതിനപ്പുറം ഞാൻ കടക്കത്തില്ല എന്നുള്ളൊരു ലക്ഷ്മണരേഖ വരച്ച് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. വീണ്ടും നിങ്ങളുടെ നഷ്ടത്തിൻ്റെ ആധിക്യം വളരെ കൂടത്ത് മാത്രമേ ഉള്ളൂ. വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരു യൂട്യൂബിലും ഇങ്ങനെ ഒരാളെ കാണത്തില്ല. കാരണം എല്ലാവരും കിട്ടും എന്നുള്ള പ്രലോഭനമല്ലാതെ, അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലേ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാം, ഒരാഴ്ച കൊണ്ട് ലാഭം എടുക്കാം, നിങ്ങൾക്ക് ആ ഒരു സംഭവമുണ്ട്, ഈ ഒരു സെറ്റപ്പുണ്ട്, അങ്ങനെ ഒരു സെറ്റപ്പുണ്ട്, പുതിയ ഇൻഡിക്കേറ്ററുണ്ട്, അല്ലെ പുതിയ സ്ട്രാറ്റജികളുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ധാരാളം. ഞാനിതിനൊന്നും എതിരല്ല, ആരെ ഞാൻ കുറ്റപ്പെടുത്തുന്നു എതിരോ ഒന്നുമല്ല. പക്ഷെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എന്ത് നേടി? ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വർഷം എന്ത് ഞാൻ നേടി? ഞാൻ നേടിയില്ലെങ്കിൽ എനിക്ക് എന്താണ് പാളിച്ച പറ്റിയത്? അത് നിങ്ങൾക്കറിയാം. പാളിച്ച പറ്റിയത് നിങ്ങൾക്കറിയാം. കാരണം ട്രേഡിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധം വീഴും. ട്രേഡിംഗ് കഴിയുന്നിടം വരെ, ആ മാർക്കറ്റ് തീരുന്നിടം വരെ നിങ്ങൾക്ക് ബോധം വീഴത്തില്ല.
അത് അല്ലെങ്കിൽ അത് മുഴുവൻ ഒലിച്ചു പോയി മൊത്തം ഉരുകി തീർന്ന് അവസാനം 2 രൂപ 3 രൂപ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ബോധം വീഴുന്നത്. അന്നേരം ഇപ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പറയേണ്ട യാതൊരു കാര്യമില്ല. ഒരു കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് ആരംഭിക്കുന്നതിന് മുന്നേ കാരണം എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ ഒക്കെ നല്ലപോലെ അറിയാം. കാരണം ഞാൻ ഈ വഴിയൊക്കെ കടന്നാണ് ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങനെ നമ്മുടെ ഒരു വ്യൂ തെറ്റിപ്പോയപ്പം നമ്മുടെ വ്യൂ ഒന്നും തെറ്റിപ്പോയൊന്നുമില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിറ്റേ ദിവസം മാർക്കറ്റ് വന്നു. പക്ഷേങ്കിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ, അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എന്തിനാ അങ്ങനെ പറയുന്നത്, എന്തിനാ സാറിൻ്റെ വ്യൂ തെറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാണ് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ലാഭം നിങ്ങളുടെ നഷ്ടം നിങ്ങൾ നോക്കി വേണം ട്രേഡ് എടുക്കാൻ, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വേണം, എല്ലാ കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് സാർ ഇത്ര ടെൻഷൻ ആകുന്നത് എന്ന് എന്നോട് പലരും ഇത്ര ഇമോഷണൽ ആകുന്നൊക്കെ എന്നോട് പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇമോഷണൽ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയുടെ വില എനിക്ക് നല്ലപോലെ അറിയാം. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇതേ ഒരവസ്ഥകളിലൂടെ കടന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പലരും എന്നോട് തുറന്നു പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ ആരും പറഞ്ഞില്ല, എല്ലാവരും പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമാണ് ഇടുന്നതെങ്കിലും എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ നല്ലപോലെ മനസ്സിലാവും. കാരണം ഞാൻ ആ ഒരു വഴി കൂടെ ആ ഒരു തലത്തിലൂടെ കടന്നു പോയ ഒരാളാണ്. മനസ്സിലായില്ലേ? ആ പോയ കാശ് ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇമോഷണൽ ആകുകയും പിന്നെ നിങ്ങളുടെ പുറകെ വടി കൊണ്ട് നിൽക്കുകയും ദേഷ്യപ്പെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയുടെ വില എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഓരോ പ്രാവശ്യം 5000 10,000 കൊണ്ടിരുന്നു, അത് പോകുന്നു, പിന്നെ കുറേ നാൾ മിണ്ടാതിരിക്കുന്നു, പിന്നെയും 10,000 എവിടുന്നെങ്കിലും കൊണ്ടിരുന്നു, അല്ല പിന്നെ സ്വർണ്ണം പണയം വെച്ച് പിന്നെയും കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ലോൺ എടുത്ത് കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ചിട്ടി പിടിച്ച് കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ കൂടെ നിങ്ങൾ വീണ്ടും പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് നിങ്ങൾ മാർക്കറ്റിന് ദാനം ചെയ്യുകയാണ്. ശരിയല്ല ചെയ്യുന്നത്? ഇതൊക്കെ പണ്ട് ഞാനും ചെയ്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം വരണം. മനസ്സിലായില്ല? അതിനൊരു മാറ്റം വരണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലാഭം നമ്മുടെ നഷ്ടം അത് കൃത്യമായിട്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡിന് ഇറങ്ങാവൂ. അല്ലാതെ വേറെ ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം ഇനി നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും നഷ്ടങ്ങളുടെ പട്ടിക കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തീരുമാനിക്കുക. നിങ്ങളുടെ വരുമാനത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന റിട്ടേണിനെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഒരു വർഷം ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 700 രൂപയാണ്. ഒരു വർഷം നിങ്ങൾ ബാങ്കിലിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 700. ഇപ്പോഴത്തെ ശതമാനം 7%, 6%, ഉള്ളൂ. ഓക്കെ, 7% കൂട്ടിക്കൂ. 7%, 10,000 നിങ്ങൾ ബാങ്കിലിട്ടാൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നത് വെറും 700 രൂപയുള്ളൂ. ആ 700 രൂപയാണ് നിങ്ങൾ ഒരു ദിവസം ആ 10,000 രൂപ വെച്ച് നിങ്ങൾ എടുക്കുന്നത്. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, വേറെ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. അപ്പോൾ ആ ഒരു വർഷം കിട്ടുന്ന വരുമാനം നിങ്ങൾ ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നിങ്ങൾ ഒരു മാസം വളരെ കൃത്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 10,000 രൂപ 20,000 രൂപ ആക്കാൻ യാതൊരു ഒരു വിഷമവും ഇല്ല. ക്ലിയറായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്ത് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ. അതിനെന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. എപ്പോഴും ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്ങനെ ട്രേഡ് എടുക്കണമെന്നും എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നും എങ്ങനെ ട്രേഡ് എടുക്കണമെന്നും എവിടുന്ന് ട്രേഡ് എടുക്കണമെന്നും ഒക്കെ നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇനിയും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലാഭവും നിങ്ങളുടെ നഷ്ടവും നിങ്ങളത് ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിടുന്ന 10,000 രൂപ നിങ്ങൾക്ക് മിനിമം ഒരു 50% നിങ്ങൾക്കത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ പാലിച്ചു പോയാൽ. ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ വിശ്വാസം. ഇവിടുന്ന് കയറും അല്ല ഇവിടുന്ന് പൊട്ടും. ഈ ഒരു ചിന്തയാണ് നിങ്ങളെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റിവെക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എൻ്റെ ക്യാപിറ്റൽ ഇത്രയാണ്, ഇത് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇതെനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. അപ്പോൾ അതിന് എത്ര വരുമാനം കിട്ടാമെന്നുള്ളത് നിങ്ങൾ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വെറും ഞാൻ ഇന്നലെ കണ്ടില്ലേ 200, 400, 500 രൂപ മാത്രം പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്.
15,000 20,000 രൂപ വെച്ച് ട്രേഡ് ചെയ്തിട്ട് 500 രൂപ, വെറും 500 രൂപ മാത്രം, വെറും 500 രൂപ മാത്രം പ്രോഫിറ്റ് എടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. ധാരാളം ആൾക്കാർ ആ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല, അപ്പോഴേ അടച്ചിട്ട് അവർ വണ്ടി വിടും. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ 10,000 1000 നമുക്ക് കിട്ടി, 1000 കിട്ടിയാലും പിന്നെ നമ്മൾ ചുമ്മാ നോക്കിയിരിക്കുമ്പോൾ എന്ന് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് തോന്നും മാർക്കറ്റ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് വീഴാനുള്ള സാധ്യതയാണ്, എല്ലാം സെറ്റായി, മൊത്തം നല്ല വോളിംഗ് ക്യാൻഡിലൊക്കെ വീണു, മൊത്തം നല്ല ഡൗൺ ട്രെൻഡാണ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ 100% എല്ലാ സെറ്റപ്പും ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊണ്ടിട്ട് ട്രേഡ് എടുക്കും. 500 രൂപ നമുക്കൊന്ന് കിട്ടി, എന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, വെറുതെ എന്തിനാ കളയെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുക്കും, മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകും, കിട്ടിയ 500 പോകും, പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും ട്രേഡ് ചെയ്യും. അങ്ങനെ 1500 നമ്മൾ 500 കിട്ടിയതാണ്, ആ 500 കിട്ടിയ സ്ഥാനത്ത് 1500 അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ തലയ്ക്ക് കൈയും കൊടുത്ത് അവസാനം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്, ഇല്ലേ? ശരിയല്ല പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ വർഷം സാമ്പത്തിക വർഷം ഇനിയിപ്പോൾ മാർച്ച് 31 അവസാനിക്കുകയാണ്, തിങ്കളാഴ്ച കൊണ്ട് നമ്മൾ അവസാനിക്കുകയാണ്. അടുത്ത വർഷം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്കിത് പാലിക്കാൻ പറ്റുന്നെങ്കിൽ, ന്യായം എന്ന വാക്കുകൊണ്ട് രക്ഷപ്പെട്ട ധാരാളം ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ന്യായം എന്ന സംഭവം ഈ കേരളത്തിലായിട്ട് ഇന്ത്യ മഹാരാജ്യത്തായിട്ട് ഒരു മനുഷ്യനും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ പറയൂ, ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ ന്യായം എന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ട്? ഞാൻ ആദ്യമൊക്കെ ഇത് പറയുമ്പം പലരും എതിർത്ത ധാരാളം ആൾക്കാരുണ്ട്, ന്യായത്തിൻ്റെ കൺസെപ്റ്റിനെ എതിർത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരാൾ എന്നോട് പറഞ്ഞത് കിട്ടുമ്പോഴല്ല കിട്ടത്തുള്ളൂ, അപ്പോൾ നമ്മളവിടെ ന്യായം പാലിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. കിട്ടുമ്പോഴല്ല കിട്ടത്തുള്ളൂ എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ തിരിഞ്ഞു നോക്കുക, നിങ്ങളുടെ അനുഭവത്തിൽ കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നിങ്ങൾ തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. ഇല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക. ഓക്കെ, പുതിയ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ആ പുതിയ സ്റ്റെപ്പിൽ കൃത്യമായി നിങ്ങളുടെ നഷ്ടം, നിങ്ങളുടെ ലാഭം, ഇത് മാത്രം നിങ്ങളുടെ നഷ്ടം, നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ ന്യായം, ഈ 3 കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ നഷ്ടം 1, നിങ്ങളുടെ നഷ്ടം 2, നിങ്ങളുടെ ലാഭം 3, നിങ്ങളുടെ ന്യായം. ഓക്കെ, ഈ 3 കാര്യം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആ ടേബിളിൻ്റെ അവിടെ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. ന്യായം പാലിക്കാൻ നിങ്ങൾ എഴുതി വെക്കുക. എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ അത് കാണണം. ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ റൈറ്റ് സൈഡിൽ ശതമാന കണക്കുകൾ മാറി മറിയുമ്പം നിങ്ങൾ നോക്കുക, എൻ്റെ ക്യാപിറ്റലിന് ഞാൻ ഇട്ട ക്യാപിറ്റൽ ഇത്ര ശതമാനമാണിത്, ഇത് ന്യായമോ അന്യായമോ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇറങ്ങുക. ഓക്കെ, ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, സാർ ഈ വർഷം ഞാൻ ലാഭത്തിൽ ഇറങ്ങാൻ പറ്റി, എനിക്ക് പച്ച കണ്ട് ഇറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ കുറേ ആൾക്കാർ സാറേ നഷ്ടമൊന്നും പറ്റിയിട്ടില്ല, കയ്യിൽ നിന്ന് കാശൊന്നും പോയിട്ടില്ല, എങ്കിലും ബ്രോക്കറേജെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രോക്കറേജ് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും, പക്ഷേ അല്ലാതെ കൂടുതൽ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഞാനത് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇതിനകത്തിൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റുമോ? എനിക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യെ പിടിപ്പിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന്, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണമെന്ന്, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണമെന്ന് പല പ്രാവശ്യം എൻ്റെ എല്ലാ വീഡിയോകളിലും, പല സ്പെഷ്യൽ വീഡിയോകളിലും, ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പാലിച്ചവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നല്ല രീതിയിൽ വിജയം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അത് പാലിക്കാതെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും കൂടുതൽ കിട്ടും എന്നുള്ള ആക്രാന്ത മനോഭാവത്തോടെ പോയവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷമെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിനെ നിങ്ങൾക്ക് ബാങ്ക് റിട്ടേണുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ ബാങ്ക് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപ 10,000 രൂപ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ബാങ്കിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിവസം 100 രൂപ കിട്ടിയാൽ പോലും വൻ ലാഭമാണ്. മനസ്സിലായില്ലേ? 100 ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10,000 രൂപ 10,000 രൂപയുടെ 1% എത്രയാണ്? 10,000 രൂപയുടെ 1% എത്രയാണ്? 100 രൂപയാണ്, ഇല്ലേ? 100 രൂപയാണ്, 1% 100 രൂപയാണ്. ആ 10,000 രൂപ വെച്ചിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് കണക്ക് കൂട്ടി നോക്കിയോ, 10,000 രൂപയുടെ 1% എന്ന് പറയുന്നത് 100 രൂപയാണ്, ശരിയല്ലേ? 1% 100 രൂപയാണ്. ആ 1% 100 രൂപ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ 100 രൂപ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, 10,000 നമ്മൾ എക്സാമ്പിൾ എടുത്താൽ 100 രൂപ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റലിനെ
ഡബിൾ ആക്കാൻ പറ്റും. അതിനകത്ത് സ്റ്റോപ്പ് ലോസ് വരും, കൂടുതൽ വരും, കുറവ് വരും, ഒക്കെ ശരിയാണ്. 1% 100 രൂപയാണ്. അപ്പോൾ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്താൽ 100 രൂപ ഉണ്ടാക്കാൻ വല്ല പാടുണ്ടോ? നിങ്ങൾ പറയൂ. ഇത്രയും നാളും നിങ്ങൾ ട്രേഡിങ് തുടർന്ന് വന്ന നിങ്ങൾക്ക് ഒരു ദിവസം 10,000 രൂപ വെച്ച് 100 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ 100 രൂപ 100 ദിവസം 100 ട്രേഡിംഗ് സെഷൻ 100 ട്രേഡിംഗ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് 100% ആക്കാൻ പറ്റും. ശരിയല്ലേ? ശരിയോ തെറ്റോ നിങ്ങൾ പറയും. 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഞാനിനി ഇത് മുന്നോട്ട് പിന്തുടരണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ വേണ്ടായോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ വെറുതെ നിങ്ങൾ കൊണ്ടുപോയി കാശ് കളയും. കാരണം നിങ്ങളുടെ കാശ് ഇവിടെ നഷ്ടപ്പെട്ട കടലിൽ കായം കലക്കിയ പോലെ ഉള്ളൂ. ഒന്നും സംഭവിക്കത്തില്ല, മാർക്കറ്റിന് ഒന്നും സംഭവിക്കത്തില്ല, ഇല്ലേ? നമ്മളിതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് വലിയൊരു സാഗരമാണ്, വലിയൊരു കടലാണ്. ഈ കടലിനകത്ത് നിന്ന് നമുക്ക് ചെറിയ ചെറിയ മീനുകൾ, ഞാൻ ഈ പറഞ്ഞ വല്ല നത്തോലിയോ വലിയ മീനെന്ന് പറഞ്ഞാൽ വലിയ മത്തി എന്നൊക്കെ പറഞ്ഞതാണ് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ വലിയ മീൻ. നമ്മുടെ ചെറിയ ലാഭം എന്ന് പറയുന്നത് നത്തോലികളാണ്, നത്തോലി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ ബിഗ് ഫിഷിനെ, നെയ്മീനെയും കേരയും ചൂരയൊക്കെ പിടിക്കാൻ പോകുന്നതിന് പകരം ചെറിയ ചെറിയ നത്തോലികളെ പിറക്കി നിങ്ങളുടെ അന്നത്തെ അത്താഴത്തിനുള്ള വക ഒപ്പിക്കാനുള്ള വഴി നിങ്ങൾ നോക്കുക. ഓക്കെ? കല്യാണ പാർട്ടിക്കുള്ള മീൻ തപ്പിപ്പോവാതെ നിങ്ങളുടെ അത്താഴത്തിന് വേണ്ടിയുള്ള മീനുകളെ സംഘടിപ്പിക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിലനിന്ന് പോകാൻ പറ്റും. കാരണം മാർക്കറ്റിൽ നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് പഠിച്ച് മുന്നേറാൻ പറ്റും. ഇല്ല, വലിയ കളികൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. നാളെ നമ്മളിവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. മാർക്കറ്റ് ഇവിടെ ഇന്നും കാണും, നാളെയും കാണും, മറ്റന്നാൾ കാണും, അടുത്ത മാസം കാണും, അടുത്ത വർഷം കാണും. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ നാളെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ നാളെ ഇല്ലെങ്കിലും മാർക്കറ്റിനൊന്നും സംഭവിക്കത്തില്ല. മാർക്കറ്റ് ആ സിറ്റീസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഔട്ടായി പോകും. അതിനുശേഷം നമ്മൾ നാട്ടുകാരൻ തെറി പറഞ്ഞ്, സ്റ്റോക്ക് മാർക്കറ്റിനും തെറി പറഞ്ഞ്, സ്റ്റോക്കിനും തെറി പറഞ്ഞ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞു പോകും. എന്താ കുഴപ്പം? ആത്യന്തികമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആരുടെയാണ്? എവിടെയാണ് തെറ്റ് പറ്റിയത്? തെറ്റ് പറ്റിയതെല്ലാം നമുക്ക് തന്നെയാണ്, ഇല്ലേ? തെറ്റ് പറ്റിയത് നമുക്കാണ്. പക്ഷെ നമ്മളത് മറച്ചു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിനെ എന്ത് ചെയ്യും? ചീത്ത വിളിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. അടുത്ത സാമ്പത്തിക വർഷം ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക. ശക്തമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മാസലാം പറഞ്ഞ് നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. ഓക്കെ? അപ്പം എല്ലാവർക്കും ഇത് ശാന്തമായിട്ട് കേൾക്കുക. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. അപ്പം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.